വീണ്ടും കഥ തുടങ്ങുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അംബാസിഡറുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ബെക്സന് നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും. ഭാര്യയോട് ഹേജോ അതെല്ലാം സൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ അംബാസിഡർ നിങ്ങളുടെ ഭാര്യ ഇങ്ങനത്തെ കഴിവുള്ള ആളാണ് ഞാൻ അറിയില്ലെന്ന് പറയും. പെട്ടെന്ന് തന്നെ ഹേജോ താൻ ബെക്സന്റെ ഭാര്യയല്ല എന്നും ഒരു ഇന്ററപ്റ്റർ ആണെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അംബാസിഡർ ഷോക്കാവും. ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കപ്പിളാണെന്ന്. പെട്ടെന്ന് തന്നെ ബെക്സൻ പറയും ഇതെന്റെ ഇന്ററപ്റ്റർ ആണ്, എന്റെ ഭാര്യക്കും ഡിസബിലിറ്റി ഉണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് താങ്കൾ അവരെ പബ്ലിക്കിൽ കൊണ്ടുവരാത്തതെന്നും അനൗൺസ് ചെയ്യാത്തതെന്നും അംബാസിഡർ ചോദിക്കും. അതുകൊണ്ടല്ല, എനിക്ക് തന്നെ ജീവിതത്തിന് ഒരുപാട് ഭീഷണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് എന്റെ വൈഫിന് വരരുതെന്ന് കരുതിയിട്ടാണ് ഞാനത് അനൗൺസ് ചെയ്യാത്തതെന്നും എന്റെ വൈഫ് എന്റെ വീക്ക്നസ് ആണെന്നും പറയുക. ഇതെല്ലാം സൈൻ ലാംഗ്വേജിലൂടെ ഹേജ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവൻ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ ഹേജന്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഒരു ബാത്റൂമിൽ കൊണ്ട് നന്നായിട്ട് കാലുപിടിക്കുകയും ബെക്സനെ അത് സ്റ്റോപ്പ് ചെയ്യുകയും അവൾ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ അവനെ പിടിച്ചു നിർത്തുകയും എന്റെ അരികെ നിൽക്കുന്നത് നിനക്ക് ഇത്ര ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് ചോദിക്കും. അവളുടെ കാലിലെ ഹീല് കാണുമ്പോൾ കാല് വേദനയ്ക്ക് ഇങ്ങനെ നിന്നാൽ ഒരു ഭാഗത്ത് പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഹേജോ ബെക്സനെ വിളിച്ചു നിർത്തണം. എന്നിട്ട് അവനോട് ഒരുപാട് ദേഷ്യത്തില് സൈൻ ലാംഗ്വേജിൽ ഒച്ചയിടും. നേരത്തെ അവരോട് എന്തെല്ലാം പറഞ്ഞു കൂട്ടിയിരുന്നത് ഞാൻ നിങ്ങളുടെ വീക്ക്നസ് ആണോ, എന്നിട്ട് എന്തുകൊണ്ട് ഇന്നലെ അത് കണ്ടില്ല, നിങ്ങൾ വളരെ വൃത്തിയിട്ടൊരു മനുഷ്യനാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവന് നീ എന്നെ പഴിക്കുകയാണെന്ന് ചോദിക്കും. അവൾ തിരിഞ്ഞു പോകുന്ന പോക്കിൽ അവനോട് സൈൻ ലാംഗ്വേജിലോട്ട് കാണിച്ചിട്ട് പറയും നിങ്ങൾ ഇതുവരെ സംസാരിച്ചത് എന്നെ കുറിച്ചല്ലായിരുന്നു. ഹേജന്റെ റെസ്പോൺസ് കണ്ട ദേഷ്യത്തില് ബെക്സൻ അവിടെ ഇരുന്നിട്ട് വൈനടിക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് തലേന്ന് വന്നതുപോലത്തെ ഔട്ട്കമ്മിങ് കൂടെ വരികയാണ്. ബെക്സന് 10 മിനിറ്റ് കഴിഞ്ഞാൽ അവരെവിടെയുള്ളതെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ പരമാവധി സംസാരിക്കാൻ വേണ്ടി നോക്കും. ബെക്സൻ കിഡ്നാപ്പറിനോട് പറയും എന്റെ ഭാര്യയെ കുറിച്ച് നിനക്ക് എന്തറിയാം, വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, എന്റെ ഭാര്യയെ കുറിച്ച് ഒരു മനുഷ്യനെ അറിയില്ല എന്ന് പറയുമ്പോൾ കിഡ്നാപ്പർ പറയും ആര് പറഞ്ഞു നീ എൻഗേജ് ചെയ്ത ഫിയാൻസി കല്യാണക്കാരിന്ന് ഒളിച്ചോടിപ്പോയി, അത് കാരണം നീ നിന്റെ ഫിയാൻസിയുടെ അനിയത്തിലെ കല്യാണം കഴിച്ചത് ഹോഹിജയിലെ നിന്റെ ഭാര്യ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവന് ശരിക്കും ഷോക്കാവും. അവിടെ രണ്ടുപേരുടെയും പാരന്റ്സിനല്ലാതെ വേറെ ആർക്കും ഇത് അറിയില്ലല്ലോ എന്ന് നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ബെക്സന് ചൂടാവാൻ തുടങ്ങും. ആ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് വേണ്ടതെന്ന് കിഡ്നാപ്പർ പറയും. അവന്റെ അടുത്ത് തന്നെ കിഡ്നാപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബെക്സന് ചുറ്റിലും നോക്കും. മുകളിൽ നിന്നും ഒരുത്തിന് ഫോൺ വിളിക്കുന്നതുകൊണ്ട് അയാളെ ഫോളോ ചെയ്യുമ്പോൾ ആ ഭാവം തന്റെ ഭാര്യയോട് സംസാരിക്കും. അയാളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ബെക്സന് വീണ്ടും കിഡ്നാപ്പറിനോട് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിഡ്നാപ്പർ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഇത്തവണ ഫോൺ വിളിച്ചത് മറ്റാരുമായിരിക്കില്ല, ഹോഹിജോയായിരിക്കും. തലേന്ന് നടന്ന സംഭവങ്ങൾ വീണ്ടും റിമൈൻഡ് ചെയ്ത് കാണിക്കുന്നു. അവളുടെ ശവമാകുമ്പോൾ എന്നെ വിളിച്ച് പറയുന്ന ബെക്സൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹോഹിജോക്ക് ദേഷ്യം വിളിച്ചുകൊണ്ട് കിഡ്നാപ്പറിനോട് അവനെ വീണ്ടും വിളിക്കുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നത് കാണിക്കും. അപ്പോഴാണ് ഹോഹിജോ ഊമയില്ലെന്നും സംസാരിക്കാൻ കഴിയുന്ന ആളാണെന്നുള്ളത് ഡ്രാമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് വിളിച്ച് കിഡ്നാപ്പർ ഫോൺ വിളിക്കുമ്പോൾ ബെക്സൻ ഫോൺ എടുക്കില്ല. ഈ ദേഷ്യത്തിലായിരിക്കും അവൾ വണ്ടി സ്പീഡിൽ വിളിച്ചുകൊണ്ട് ആക്സിഡന്റ് ആക്കുക. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചിറങ്ങിയ ഹോഹിജോന്റെ മുമ്പിൽ കിഡ്നാപ്പറിന്റെ ഫോൺ കിടക്കുന്ന കണ്ട് ആ ഫോണോട് കൈക്കലാക്കിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും വോയിസ് സെന്ററിന്റെ സഹായത്തോടെ അവനോട് സംസാരിക്കുന്നുണ്ടാവും. കിഡ്നാപ്പറിന്റെ എത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബെക്സന് ശരിക്കും പേടിയാവും. എന്റെ ആളുകളെ തൊട്ട് കളിച്ച് നീ വിവരം അറിയുമെന്ന് പറയുമ്പോൾ ഹോഹിജോ പറയും നിന്റെ ആളോ, തലേന്ന് കണ്ടില്ലല്ലോ, അവളുടെ കഴുത്തിനെ ഞാൻ വിളിച്ച് കത്തി വെച്ച് മുറിവാക്കി, അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, അവളെ പേടിപ്പിച്ചു, എന്നെ രക്ഷിക്കുന്ന പറയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല, അപ്പൊ നീ എവിടെയായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വായെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ബെക്സന് അവന്റെ മുമ്പിലുള്ള തൂണിൽ ഒരു കുത്തു കൊടുക്കും. ഈ സമയത്ത് ഹോഹിജോ 10 മിനിറ്റിന്റെ ടൈമർ വെച്ചിട്ടായിരിക്കും അവളോട് സംസാരിക്കുന്നുണ്ടാവും. അതിന്റെ 10 മിനിറ്റ് ആയിട്ട് ടൈമർ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കും. ബെക്സന്റെ റിയാക്ഷനിൽ കൺഫ്യൂഷനിലാവും ഹേജന്. താൻ കുടുങ്ങിയോ അതോ അവനെ കുടിക്കോ എന്നുള്ള കൺഫ്യൂഷനിൽ മിററിൽ നോക്കി നിൽക്കും. ബെക്സ് ആണെങ്കിലോ അവനെ പിടിച്ചിട്ട് അടങ്ങുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടാവും.